ഇത് എമ്പുരാൻ വന്നിരുന്ന് കണ്ട് ശപിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. നല്ല ആഹാരം കഴിക്കാൻ കൊച്ചു കടയിൽ പോകണം. 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ വയറ് കുളമാവും, ആശുപത്രിയും കിടക്കും. വയസ്സ് 71 പഴയ സിനിമകൾ കണ്ട ആ പ്രതീതിയാണ് ഇപ്പോഴും. നല്ല പടമാണ്. ഇത് ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്തെന്ന് പറഞ്ഞാൽ ഒരു കുളിസീനില്ല, ഒരു കഥയായിട്ട് പെണ്ണുങ്ങൾ വന്നിരുന്ന് കാണേണ്ട സിനിമയാണ്. 6-7 പേരാണ്. നല്ല സിനിമയാണ്. ഞാൻ വന്ന് നോക്കിയപ്പോഴേ ആ ടിക്കറ്റ് കയറുന്ന ആൾ 7 ടിക്കറ്റ് വെച്ചുകൊണ്ടിരിക്കണം. ഞാനും പോയി. പടത്തിൻ്റെ ജങ്കാറിന് ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞിരിക്കരുത്. ബുക്ക് മൈ ഷോയിൽ റിവ്യൂ കണ്ടിട്ട് ഒരിക്കലും സിനിമയ്ക്ക് കയറരുത് ഇപ്പോൾ മനസ്സിലായി. അത്ര അപരാധം വേറെ എന്താ പറയുക. നല്ല സിനിമയാണ്. സൂപ്പർ സ്റ്റാറുകൾ വെച്ച് കാണുന്നതിനേക്കാളും ഇത് സൈലൻ്റായിട്ടിരുന്ന് നല്ല രീതിയിലുള്ള കഥയാണ്. മറ്റതുപോലെ അമേരിക്കയിൽ പോക്കും, ജപ്പാനിൽ പോക്കും, പിന്നെ ഒരു അടി, ഒരു ഡാൻസ്, അതിനേക്കാളും ഇത് എത്രയും ബെറ്റർ. മനസ്സിന് ശാന്തമായിട്ടുള്ള ഒരു നല്ല ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രേമത്തിൻ്റെ ഒരു കഥയാണ്. നല്ല അഭിനയമാണ്. പുതിയ ആളുകളാണ്, നല്ല അഭിനയം. ഇതുപോലെയൊക്കെ പടങ്ങളാണ് വേണ്ടത്. അതിന് 7 വരെ ഉള്ളൂ. നല്ല ആഹാരം കഴിക്കാൻ കൊച്ചു കടയിൽ പോകണം. 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ വയറ് കുളമാവും, ആശുപത്രിയും കിടക്കും. നല്ല സിനിമ കണ്ട മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും. മനസ്സിനെ പോലെ അങ്ങനെയുള്ള പടങ്ങൾ വരണം. അതിന് കണ്ട ഒരു 7 വരെ ഉള്ളൂ. ടിക്കറ്റ് കൊടുക്കുന്നതിനും തിയേറ്ററുകാരനും ഒരു ഇതാകും. അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കണ്ടേ സിനിമയെന്ന്. ഞാൻ 64 മുതൽ ചെമ്മീൻ മുതൽ കാണുന്നതാണ് ഓരോ സിനിമ. നല്ല ഇഷ്ടമാണ്. ഇത് ഒരുമാതിരിപ്പെട്ട ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന പടങ്ങൾ ഭയങ്കര ആഘോഷമായിട്ട് വന്നതാണ്. എന്തോന്ന് എമ്പുരാൻ. ഒരു എമ്പുരവും ഇല്ല അതിൽ, ഒന്നുമില്ല. സൂപ്പർ സ്റ്റാർ അഭിനയിച്ചിരിക്കുന്ന പടമാണ്. അതിൽ ഒന്നുമില്ല. ഇതിരുന്ന് കാണണം, നിങ്ങളിരുന്ന് കാണി സമയമുണ്ടെങ്കിൽ. ശ്വേതാമേനോൻ സ്റ്റണ്ട് മാസ്റ്ററാണ്. അവളെ ദേഹത്തിനും അതിനും ഒരു അടിയും പിടിയും ഇഷ്ടപ്പെട്ടു. ശ്വേതാമേനോനെ എല്ലാവരും വേറെ എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് വേറെ രീതിയിലാണ്. നല്ല ഇതാണ്. ഞാൻ ഇരുന്ന് ആസ്വദിച്ച് കണ്ടതാണ്. വയസ്സ് 71 പഴയ സിനിമകൾ കണ്ട ആ പ്രതീതിയാണ് ഇപ്പോഴും. നല്ല പടമാണ്. ഇത് ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്തെന്ന് പറഞ്ഞാൽ ഒരു കുളിസീനില്ല, ഒരു കഥയായിട്ട് പെണ്ണുങ്ങൾ വന്നിരുന്ന് കാണേണ്ട സിനിമയാണ്. എങ്ങനെയാണ് ആ ഡയറക്ഷൻ പോകുന്നത്, മോശമായ സീനില്ല, തമാശകളില്ല, ഒരു ക്ലാരിറ്റി ഉണ്ട്. സിനിമ അടുത്ത സീന് ഇതാണ് വരണം എന്നുള്ളതല്ല, വേറെ ഒന്നാണ് വരുന്നത്. ഇത് മറ്റുള്ള സിനിമകൾ കാണുമ്പോൾ അറിയാം. ഇപ്പോഴങ്ങനെ ഒരു സീന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമേരിക്കയിൽ പോയി എന്ത് കുന്തത്തിന് പോകണമെന്തോ അവിടെ വെച്ച് ഒരുത്തനെ കാണും. അവൻ ഇവനേക്കാളും ഭയങ്കരനായിരിക്കും. ഒറ്റയടിയിലാവാൻ മരിക്കുകയാണ്. അതെങ്ങനെ പറ്റും? ഉള്ളത് കാണിക്കണം, ഇല്ലാത്തത് കാണിച്ച് മനുഷ്യനെ ഒരുമാതിരിയാക്കി അത് സിനിമയാവില്ല. അത് വെറുതെ ഒരുമാതിരി അവൻ്റെ കാശിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവനൊരു കോട്ടും കിട്ടും. ഓലപ്പരയിൽ നിന്ന് വരണം, കോട്ടും സൂട്ടും തൈക്കും കെട്ടിയാണ് വരണത്. സത്യനെ പോലെ ലുങ്കിയും കൊടുത്ത് ചട്ടിയിൽ കഞ്ഞിയും കുടിച്ച് വരണം. അതാണ് സിനിമ. അതിനാണ് പണ്ടത്തെ അവാർഡ് കൊടുത്തത്. നാഷണൽ അവാർഡ് കൊടുത്ത ആദ്യത്തെ സിനിമ ഏതാ? ചെമ്മീന്. അതുപോലെ ഇരിക്കും. അതുപോലെ ആവില്ല. ഇത് സിനിമയാണ്. ഇരുന്ന് കാണാം. ഒരു ഇതില്ലാതെ അവസാനം വരെ ഇരുന്ന് കണ്ടിട്ട് അഴിച്ചു വരുന്നത്. മറ്റേതാണെങ്കിൽ ഇന്നതാണ്. പിന്നെ ഒരു ഇതില്ലാതെ വരും. അവസാനം എന്തോന്നു, നസീറിൻ്റെ ഒരു കടത്തുനിന്ന് വന്നു. കടത്തുനിന്ന് പറഞ്ഞ് ഒരു വള്ളവും കാണിക്കുന്ന ഒന്നുമില്ല. സ്വാമം കടത്താൻ നസീർ കടത്താൻ ശ്രമിച്ച് സ്വാമം കടത്തി. ഇതാണ് പറഞ്ഞിട്ട് വന്നത് രമ്യയിൽ വെച്ച്. പടം നല്ല പടമാണ്. ആളില്ല, എന്ത് ചെയ്യാൻ? എടുത്തവൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കാണികൾ വരണമല്ലോ. ഒന്നുമില്ലാതെ മറ്റേ മോഹൻലാൽ അഭിനയിച്ചു, മമ്മൂട്ടി അവരൊക്കെ കാലം പോയി. പുതിയ പിള്ളേർ വരണം. ഇടയ്ക്ക് ഒരു സിനിമ വന്നു. ഇതുപോലെ സിനിമയാണ്. കൊല്ലത്ത് ശ്രീധനം വാങ്ങിച്ച് കെട്ടുന്ന ഒരു കഥ സിനിമ. പൊന്മ. അതിനാളില്ല. ഒരാഴ്ച കടന്നിട്ട് പോയി. ആ പടമൊക്കെയാണ് 60 ദിവസം 70 ദിവസം കോടികളെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങേണ്ടത്. പ്രേക്ഷകർ വന്നിരുന്ന് കാണി. ഇത് പടത്തിൻ്റെ ജങ്കാറിന് ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞിരിക്കരുത്. മറ്റവന് ഒരു ഇതുമില്ല. അതിൻ്റെ പൂജ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉടനെ 7 കോടിക്ക് 10 കോടിക്കൊക്കെ വിൽക്കും. ഇതിന് 10 കോടിയല്ല 20 കോടി കൊടുക്കാം. എന്നാൽ കാണുന്നില്ല ആരും. അങ്ങനെയാണ്. 6-7 പേരാണ്. നല്ല സിനിമയാണ്. ഞാൻ വന്ന് നോക്കിയപ്പോഴേ ആ ടിക്കറ്റ് കയറുന്ന ആൾ 7 ടിക്കറ്റ് വെച്ചുകൊണ്ടിരിക്കണം. ഞാനും പോയി. ഒരു നല്ല സിനിമയായിട്ടൊരു വന്ന് വീണമെങ്കിലേ അതിലെന്തെങ്കിലും കാണണം. ഒരുത്തൻ 2-3 മാസം പണം ചിലവാക്കിയിട്ട പൈസയല്ലേ നമ്മളെപ്പോലുള്ളവർ കാണണ്ടേ. ഇത് എമ്പുരാൻ വന്നിരുന്ന് കണ്ട് ശപിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. എമ്പുരാന്. അത് പിന്നെ ഒരു സിനിമ ഒന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകും. ഇതുപോലെ ഇരുന്ന് സിനിമ കാണാൻ പറയും.